മൈ ജി മെഗാ സെയിൽ ഫെസ്റ്റിവൽ നവംബർ 5, 6, 7 തീയതികളിൽ. നമസ്കാരം, 100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ വേഗത്തിൽ. സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 6820 പേർക്ക്. 730 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 26 മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ആകെ കോവിഡ് മരണം 1613. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 61,000-ലധികം സാമ്പിളുകൾ. സംസ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ചയെ അപേക്ഷിച്ച് രോഗികളുടെ എണ്ണം 10% കുറഞ്ഞതായി മുഖ്യമന്ത്രി. ജാഗ്രത കൈവിടരുതെന്നും മുഖ്യമന്ത്രി. ലൈഫ് മിഷൻ പദ്ധതിയിലെ എൻഫോഴ്സ്മെന്റ് ഇടപെടലിനെതിരെ നിയമസഭാ പ്രിവിലേജ് കമ്മിറ്റി ഇഡിയോട് വിശദീകരണം തേടും. ഇടപെടൽ ലൈഫിലെ രേഖകൾ ഇഡി ആവശ്യപ്പെട്ടത് അവകാശ ലംഘനമാണെന്ന ജെയിംസ് മാത്യു MLA പരാതിയിൽ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താനും തീരുമാനം. ബിനീഷിന്റെ വീട്ടിലെ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമെന്ന് CPIM. നടത്തിയത് മനുഷ്യാവകാശ ലംഘനമെന്നും ആക്ഷേപം. ബിനീഷ് കോടിയേരിയുടെ വീട്ടിലെ 26 മണിക്കൂർ നീണ്ട എൻഫോഴ്സ്മെന്റ് റെയ്ഡ് അവസാനിച്ചത് നാടകീയ രംഗങ്ങളോടെ. അന്വേഷണ സംഘത്തിനെതിരെ പരാതിയുമായി ബിനീഷിന്റെ കുടുംബം ED മേധാവിയെ സമീപിച്ചു. കണ്ടെടുക്കാത്ത രേഖകളുടെ പേരിൽ നിർബന്ധിച്ച് ഒപ്പിടിക്കാൻ ശ്രമിച്ചെന്ന് ബിനീഷിന്റെ ഭാര്യ. ബിനീഷിന്റെ 3 വയസ്സുള്ള മകളെ വീട്ടുതടങ്കലിൽ വെച്ചെന്ന പരാതിയിൽ എൻഫോഴ്സ്മെന്റിനെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യാവുന്നതെല്ലാം ചെയ്യട്ടെ എന്ന് ബിനീഷ് കോടിയേരി. റെയ്ഡ് നിയമാനുസൃതമെന്ന് പോലീസിന് EDയുടെ മറുപടി. നിജസ്ഥിതി അറിഞ്ഞിട്ടേ പ്രതികരിക്കാനാവൂവെന്ന് മുഖ്യമന്ത്രി. കള്ളപ്പണക്കേസിൽ തിരുവനന്തപുരം സ്വദേശി അബ്ദുൾ ലത്തീഫിനെ ED ചോദ്യം ചെയ്യും. കോൺസുലേറ്റിലെ വിവിധ കരാറുകൾക്ക് $2 ലക്ഷം കമ്മീഷൻ നൽകിയതിലാണ് അന്വേഷണം. കമ്മീഷൻ നൽകിയത് വിസ സ്റ്റാമ്പിംഗ് ഏജൻസിയായ UAFX സൊല്യൂഷൻസ്, ഫോർത്ത് ഫോഴ്സ് എന്നിവയ്ക്ക്. ബിനീഷ് കോടിയേരിയുടെ ബിനാമിയാണ് അബ്ദുൾ ലത്തീഫെന്നും ED. ലൈഫ് മിഷനും K-ഫോണും ഉൾപ്പെട്ട സർക്കാർ പദ്ധതികളുടെ രഹസ്യ വിവരങ്ങൾ സ്വപ്ന സുരേഷിന് M. ശിവശങ്കർ ചോർത്തി നൽകിയെന്ന എൻഫോഴ്സ്മെന്റ്. ശിവശങ്കർ ദുരൂഹ ഇടപാടിന്റെ ഭാഗമെന്നും ED. കസ്റ്റഡി കാലാവധി 6 ദിവസം കൂടി നീട്ടി. UAE കോൺസുലേറ്റിലെ ജീവനക്കാരനായ ഈജിപ്ഷ്യൻ പൗരൻ ഖാലിദ് മുഹമ്മദ് ഷൌക്രിക്ക് നയതന്ത്ര പരിരക്ഷയില്ലെന്ന് കസ്റ്റംസ് കോടതിയിൽ. ഖാലിദിനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ഇക്കണോമിക്സ് ഒഫൻസ് കോടതിയിൽ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കസ്റ്റംസ് ഇക്കാര്യം അറിയിച്ചത്. നയതന്ത്ര പരിരക്ഷയുള്ളവരെ എങ്ങനെ പ്രതി ചേർക്കുമെന്ന കോടതിയുടെ ചോദ്യത്തിന് മറുപടിയായാണ് കസ്റ്റംസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഖാലിദിനെ പ്രതി ചേർത്ത് അന്വേഷണം നടത്തണമെന്ന കസ്റ്റംസിന്റെ ഹർജി കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ലൈഫ് മിഷൻ പദ്ധതിയിൽ കമ്മീഷനായി ലഭിച്ച തുക ഖാലിദാണ് ഡോളർ രൂപത്തിൽ വിദേശത്തേക്ക് കടത്തിയത്. വയനാട്ടിലെ മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി. ആദ്യം വെടിവെച്ചത് മാവോയിസ്റ്റുകളെന്ന മുഖ്യമന്ത്രി. പോലീസുകാർ തിരിച്ചു വെടിവെച്ചത് ആത്മരക്ഷാർത്ഥം. മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊല്ലണമെന്ന നിലപാട് സർക്കാരിനില്ല. കൊല്ലപ്പെട്ട വേൽമുരുകനെതിരെ ജാമ്യമില്ലാ വാറന്റുണ്ടെന്നും മുഖ്യമന്ത്രി. മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിനിടെ ഒരാളെ വെടിവെച്ചു കൊന്ന നടപടി അപരിഷ്കൃതമെന്ന CPI. സംഭവത്തിൽ മാജിസ്റ്റീരിയൽ അന്വേഷണം വേണമെന്നും CPI സംസ്ഥാന കൌൺസിൽ. മനുഷ്യാവകാശ ലംഘനമുണ്ടായെന്നും സംസ്ഥാന കൌൺസിൽ പ്രമേയം. ലാവ്ലിൻ കേസിന്റെ വിചാരണ നീട്ടണമെന്നാവശ്യപ്പെട്ട് വീണ്ടും CBI സുപ്രീം കോടതിയിൽ. കൂടുതൽ രേഖകൾ ഹാജരാക്കാനുണ്ട്. 2 ആഴ്ച സമയം വേണമെന്നും പ്രധാന രേഖകൾ കോടതിയിലെത്തിക്കേണ്ടത് അനിവാര്യമാണെന്നും CBI സുപ്രീം കോടതി. ബിലീവേഴ്സ് ചർച്ച് സ്ഥാപനങ്ങളിലും ബിഷപ്പ് KP യോഹന്നാന്റെ വീട്ടിലും ആദായനികുതി വകുപ്പിന്റെ റെയ്ഡ് തുടരുന്നു. പരിശോധിക്കുന്നത് വിദേശ നിക്ഷേപം സ്വീകരിച്ചതിന്റെ വിവരങ്ങൾ. മറ്റ് സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരും സംഘത്തിൽ. തിരുവല്ലയിലെ പരിശോധനയിൽ വാഹനത്തിൽ സൂക്ഷിച്ച $1/2 കോടിയിലധികം കണ്ടെടുത്തു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ ജയത്തിനരികെ ഇലക്ടറൽ കോളേജിൽ 264 ബൈഡൻ ഉറപ്പിച്ചു. നിലവിലെ ലീഡ് തുടർന്നാൽ കേവല ഭൂരിപക്ഷം നേടും. വോട്ടെണ്ണലിൽ ക്രമക്കേട് ആരോപിച്ച് ട്രംപ് അനുകൂലികൾ കോടതിയെ സമീപിച്ചു. തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടെന്ന് ഡൊണാൾഡ് ട്രംപ്. അധികാരം പിടിച്ചുവാങ്ങാൻ ശ്രമിക്കരുതെന്ന് ജോ ബൈഡൻ. സർക്കാർ പദ്ധതികൾ അട്ടിമറിക്കാൻ കേന്ദ്ര ഏജൻസികളുടെ നീക്കമെന്ന് മുഖ്യമന്ത്രി. K-ഫോണിന് തുരങ്കം വയ്ക്കാൻ ശ്രമം. വിവാദങ്ങൾക്ക് പിന്നാലെ പോകാനില്ലെന്നും മുഖ്യമന്ത്രി. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചതിൽ ബന്ധപ്പെട്ട് സർക്കാരിന് ഒരു ആശങ്കയുമില്ല. തനിക്ക് ദീർഘകാലമായി അറിയാവുന്ന ആളാണ് CM രവീന്ദ്രൻ. ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോഴേക്കും കുറ്റം ചാർത്തേണ്ട കാര്യമില്ലെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് വന്ന പരിശോധനാ ഫലത്തിലാണ് രോഗം സ്ഥിരീകരിച്ചത്. നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CM രവീന്ദ്രന് നോട്ടീസ് നൽകി. ഇടുക്കി കട്ടപ്പനയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച ഓട്ടോ ഡ്രൈവർ ജയിലിനുള്ളിൽ മരിച്ച നിലയിൽ. നരിയമ്പാറ സ്വദേശി മനോജാണ് ആത്മഹത്യ ചെയ്തത്. തൊടുപുഴ മുട്ടം ജയിലിലാണ് സംഭവം.
കൊല്ലത്തെ വിഭാഗീയതയിൽ സിപിഐയിൽ അച്ചടക്ക നടപടി. സംസ്ഥാന കൌൺസിൽ അംഗം PS സുപാലിന് 3 മാസത്തേക്ക് സസ്പെൻഷൻ. സംസ്ഥാന കൌൺസിൽ അംഗം R രാജേന്ദ്രനും താക്കീത്. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതി തള്ളി. കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീംകോടതി നിരസിച്ചിരുന്നു. ഇതിനെതിരെ നൽകിയ പുനഃപരിശോധനാ ഹർജിയാണ് തള്ളിയത്. BJPയിൽ K സുരേന്ദ്രനെതിരെ പടയൊരുക്കം. അസംതൃപ്തരുടെ പരാതികൾ കോർ കമ്മിറ്റിയിൽ ഉന്നയിക്കാൻ കൃഷ്ണദാസ് പക്ഷം. നീക്കം ശോഭാ സുരേന്ദ്രൻ, PM വേലായുധൻ, KP ശ്രീശൻ എന്നിവരുടെ പരസ്യ പ്രസ്താവനയ്ക്ക് പിന്നാലെ. CBIയെ വിലക്കി ഝാർഖണ്ഡും. CBIക്കുള്ള അനുമതി പിൻവലിച്ച 8ാമത്തെ സംസ്ഥാനമാണ് ഝാർഖണ്ഡ്. കേരളത്തിനു പുറമെ പശ്ചിമബംഗാൾ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ് നേരത്തെ CBIയെ വിലക്കിയത്. കോഴിക്കോട് ഉണ്ണികുളം വള്ളിയോത്ത് 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. മാതാപിതാക്കൾ വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു പീഡനം. ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ പരോളിലായിരുന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ SV ശ്രീകുമാർ മരിച്ചു. ക്യാൻസറിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 10% മുന്നാക്ക സംവരണം ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം. ചില സംഘടനകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നെന്ന് മന്ത്രി KT ജലീൽ. നോക്കാം ദേശീയ വാർത്തകൾ. രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും 50,000 കടന്നു. പുതുതായി റിപ്പോർട്ട് ചെയ്തത് 50,209 പോസിറ്റീവ് കേസുകളും 704 മരണവും. രോഗമുക്തി നിരക്ക് 92% കടന്നു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട പ്രചാരണം അവസാനിച്ചു. വിധിയെഴുതുക 78 മണ്ഡലങ്ങൾ. വോട്ടെണ്ണൽ 10-ന്. ജനവിധി തേടുന്നത് 1195 സ്ഥാനാർത്ഥികൾ. ജമ്മുകാശ്മീരിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. പാമ്പോറിലെ മീജിലാണ് ഏറ്റുമുട്ടൽ തുടരുന്നത്. ഭീകരരുടെ വെടിവയ്പിൽ 2 പേർക്ക് പരിക്ക്. രഹസ്യ വിവരത്തെ തുടർന്നാണ് ഓപ്പറേഷൻ പുരോഗമിക്കുന്നത്. കോവിഡ് ബാധിതരുടെ വീടിന് മുന്നിൽ പോസ്റ്റർ പതിപ്പിക്കുന്നതിനെതിരെ നൽകിയ പൊതു താൽപര്യ ഹർജിയിൽ കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടി സുപ്രീംകോടതി. കേന്ദ്രത്തോട് 2 ആഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് സുപ്രീംകോടതി. രോഗികളുടെ വീടിന് മുന്നിൽ പോസ്റ്റർ പതിപ്പിക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്ന് കാണിച്ച് ഡൽഹി സ്വദേശിയാണ് കോടതിയെ സമീപിച്ചത്. ഝാർഖണ്ഡിലെ സ്കോളർഷിപ്പ് അഴിമതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് തുകയിൽ നിന്ന് 61 കോടി രൂപ വ്യാജ അക്കൌണ്ടുകളിലേക്ക് വകമാറ്റിയിരുന്നു. ഇത്തവണത്തേത് തന്റെ അവസാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. പ്രസ്താവന 3ാം ഘട്ട പ്രചാരണത്തിനിടെ പൂർണിയയിൽ നടന്ന റാലിയിൽ. ഹരിയാനയിലെ സോനിപട്ടിലെ വ്യാജമദ്യ ദുരന്തത്തിൽ മരണം 20ആയി. നിരവധി പേരുടെ മരണത്തിന് കാരണമായ അപകടമുണ്ടായത് ചൊവ്വാഴ്ച. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതായി ഹരിയാന പോലീസ്. ജമ്മുകാശ്മീർ അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം. വെടിനിർത്തൽ കരാർ ലംഘിച്ച പാകിസ്ഥാൻ. പൂഞ്ച് ജില്ലയിലെ ഷാഹ്പൂർ, കിർനി, കസ്ബ സെക്ടറുകളിലാണ് വെടിവയ്പുണ്ടായത്. പഞ്ചാബിലെ MPമാരുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ട്രെയിൻ സർവീസുകൾ തുടങ്ങാൻ സജ്ജമെന്ന് കേന്ദ്രമന്ത്രി. ട്രാക്കുകളിലെ തടസ്സങ്ങൾ നീക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പീയൂഷ് ഗോയൽ. ബോളിവുഡ് താരം ദീപിക പദുകോണിന്റെ മാനേജർ കരിഷ്മ പ്രകാശ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ മുംബൈ സോണൽ ഓഫീസിൽ ഹാജരായി. ചോദ്യം ചെയ്യുന്നതിനായി കരിഷ്മയെ പ്രത്യേകം സോണൽ ഓഫീസിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. കേന്ദ്ര കാർഷിക നിയമത്തിനെതിരെ പ്രതിഷേധം. അമൃത്സർ ഡൽഹി ഹൈവേ മണിക്കൂറുകളോളം തടഞ്ഞ പഞ്ചാബ് കർഷകർ. കിസാൻ മസ്ദൂർ സംഘർഷ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. രാജ്യത്തെ കോളേജുകളും യൂണിവേഴ്സിറ്റികളും തുറക്കുന്നതിൽ വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി UGC. കോവിഡ് സാഹചര്യം വിലയിരുത്തി നേരിട്ടുള്ള ക്ലാസുകൾ ആരംഭിക്കുന്നതിൽ അതത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാം. ക്യാമ്പസുകൾ ഘട്ടം ഘട്ടമായി തുറക്കുന്നത് പരിഗണിക്കാമെന്നും നിർദ്ദേശം. വ്യാജ ഗവൺമെന്റ് സൈറ്റുകൾ നിർമ്മിച്ച് തൊഴിൽ തട്ടിപ്പ് നടത്തിവന്ന 5-അംഗ സംഘം ഡൽഹിയിൽ അറസ്റ്റിൽ. ഇവരിൽ നിന്നും 3 ലാപ്ടോപ്പും 7 സെൽഫോണുകളും പിടിച്ചെടുത്തു. പ്രതികളുടെ ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് 49 ലക്ഷം രൂപ കണ്ടുകെട്ടി. നടി പൂനം പാണ്ഡെയും ഭർത്താവും അറസ്റ്റിലായി. അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച കേസിലാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതായി ഗോവ പോലീസ്. ചെന്നൈ വിമാനത്താവളത്തിൽ ദുബായിൽ നിന്നെത്തിയ 2 യാത്രികരിൽ നിന്ന് 42.5 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം പിടികൂടി. ചെന്നൈ എയർ കസ്റ്റംസ് നടത്തിയ പരിശോധനയിലാണ് സ്വർണം പിടികൂടിയത്. കർണാടക മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ വിനയ് കുൽക്കർണി CBI കസ്റ്റഡിയിൽ. BJP നേതാവായിരുന്ന യോഗേഷ് ഗൌഡയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന്റെ ഭാഗമായാണ് നടപടി.
അൺലോക്ക് 5ാം ഘട്ടത്തിൽ വിദേശത്ത് നിന്നെത്തുന്നവരുടെ ക്വാറന്റൈൻ മാർഗനിർദ്ദേശങ്ങൾ പുതുക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനങ്ങൾക്ക് നിലവിലെ ക്വാറന്റൈൻ കാലാവധി നീട്ടാൻ അധികാരം. വിദേശത്ത് നിന്ന് രാജ്യത്തേക്ക് എത്തുന്നവർക്കായി ഓഗസ്റ്റ് 2 പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശമാണ് പുതുക്കിയത്. സ്വകാര്യ തൊഴിൽ മേഖലയിൽ 75% സംവരണം ഏർപ്പെടുത്തുന്ന ബില്ലിന് അംഗീകാരം നൽകി ഹരിയാന നിയമസഭ. മാസശമ്പളം 50,000-ൽ താഴെ വരുന്ന ജോലികൾക്കാണ് സംവരണം. പശ്ചിമബംഗാളിൽ പടക്കങ്ങളുടെ ഉപയോഗവും വിൽപ്പനയും നിരോധിച്ചു. കൊൽക്കത്ത ഹൈക്കോടതിയാണ് നിരോധനം ഏർപ്പെടുത്തിയത്. ഈ വർഷം മുഴുവൻ നിരോധനം നിലനിൽക്കുമെന്നും കോടതി. നോക്കാം അന്തർദേശീയ വാർത്തകൾ. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 12,30,364 4,87,43,000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 3,48,00,000 പേർക്ക് രോഗമുക്തി. അമേരിക്കയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷം. 99 ലക്ഷം കടന്ന് രാജ്യത്തെ കോവിഡ് ബാധിതർ. കണക്ക് പുറത്തുവിട്ട ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി. പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയ അമേരിക്കൻ നിലപാടിനെ വിമർശിച്ച ജപ്പാൻ. പാരീസ് ഉടമ്പടി ഒരു രാജ്യത്തിനു വേണ്ടി മാത്രമുള്ളതല്ലെന്നും ലോകം മുഴുവനെയും ബാധിക്കുന്നതാണെന്നും ജപ്പാൻ വക്താവ് കത്സുനോബ കാത്തോ. ജപ്പാന്റെ പ്രതികരണം ഇന്നലെ ഔദ്യോഗികമായ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയ പശ്ചാത്തലത്തിൽ. ചൈനയിലെ ഗ്യാൻസു പ്രവിശ്യയിൽ 6000-ലധികം ആളുകൾക്ക് ബ്രൂസലോസിസ് ബാധിച്ചതായി റിപ്പോർട്ട്. ജന്തുജന്യ രോഗമായ ബ്രൂസലോസിസ് സാന്നിധ്യം കണ്ടെത്താൻ പരിശോധന നടത്തിയത് 55,000 പേരിൽ. ലാൻസ്ഹോയിലെ ബയോ ഫാർമസ്യൂട്ടിക്കൽസിലുണ്ടായ ചോർച്ചയെ തുടർന്നാണ് രോഗവ്യാപനം. മധ്യ അമേരിക്കയിൽ ആഞ്ഞടിച്ച് എറ്റാ ചുഴലിക്കാറ്റ്. മരണം 3ആയി. നിക്കരാഗ്വയിലും ഹോണ്ടുറാസിലും കനത്ത മഴയും മണ്ണിടിച്ചിലും. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കുടുങ്ങി 12ഓളം മത്സ്യത്തൊഴിലാളികൾ. നീർനായ ഇനത്തിൽപ്പെട്ട 17 ലക്ഷത്തോളം വരുന്ന മിങ്കുകളെ കൊല്ലാൻ ഉത്തരവിട്ട ഡെൻമാർക്ക്. മിങ് ഫാമുകളിൽ നിന്ന് കൊറോണ വൈറസ് വ്യാപകമായി പടരുന്നെന്ന് കണ്ടെത്തിയെന്ന് അധികൃതർ. സ്പെയിൻ ഇതിനോടകം 1 ലക്ഷം മിങ്കുകളെ കൊന്നൊടുക്കിയിരുന്നു. നേപ്പാൾ അതിർത്തിയിലെ 150 ഹെക്ടറോളം സ്ഥലം ചൈന കയ്യേറിയെന്ന് ബ്രിട്ടീഷ് മാധ്യമം ടെലിഗ്രാഫിലെ റിപ്പോർട്ട്. മാധ്യമ വാർത്തയെ തള്ളി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിലെ രാഷ്ട്രീയക്കാരെ ഉദ്ധരിച്ചാണ് വാർത്ത പുറത്തുവിട്ടത്. കൊസോവ പ്രസിഡന്റ് ഹഷീം താസി രാജിവെച്ചു. തീരുമാനം യുദ്ധ കുറ്റകൃത്യങ്ങളുടെ കുറ്റപത്രത്തിൽ താസിയുടെ പേര് ഉൾപ്പെടുത്തിയതിനെ തുടർന്ന്. 1998-99 സെർബിയയുമായുള്ള യുദ്ധത്തിൽ സമൂഹത്തിന് ദോഷകരമാകും വിധത്തിലുള്ള കുറ്റകൃത്യത്തിൽ താസി പങ്കാളിയായെന്ന് കുറ്റപത്രം. യൂറോപ്യൻ യൂണിയനും അമേരിക്കയുമായി പുതിയ ബന്ധം തുടങ്ങേണ്ടത് അനിവാര്യമാണെന്ന് ഫ്രാൻസ്. പഴയതുപോലുള്ള ട്രാൻസ് അറ്റ്ലാന്റിക് ബന്ധങ്ങളിലേക്ക് തിരിച്ചുപോകാൻ ആഗ്രഹിക്കുന്നതായി ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ഴാൻ യവ്സ് ലെ ഡ്രിയാൻ. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിലെ കൽക്കരി ഖനിയിൽ സ്ഫോടനം. 4 മരണം. നിരവധി പേർക്ക് ഗുരുതര പരിക്ക്. 4 പേരെ കാണാതായി. പക്ഷിപ്പനിയെ തുടർന്ന് 2,15,000-ഓളം കോഴികളെ കൊന്നൊടുക്കി ഡച്ച് ആരോഗ്യ പ്രവർത്തകർ. കാർഷിക വകുപ്പിന്റെ തീരുമാനം പ്യൂഫ്ലിക് പ്രദേശത്ത് പക്ഷിപ്പനി വ്യാപിച്ചതിനെ തുടർന്ന്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തി ചൈന. ഇന്ത്യ, UK, ബെൽജിയം, ഫിലിപ്പൈൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയത്. തീരുമാനം കോവിഡ് പശ്ചാത്തലത്തിൽ. അടുത്ത വർഷത്തെ ഫോർമുല 1 ഗ്രാൻഡ് പ്രീ നടത്താനൊരുങ്ങി സൗദി അറേബ്യ. 2021 നവംബറിൽ ജിദ്ദയിലായിരിക്കും റേസ് നടത്തുക. ഐവറി കോസ്റ്റിൽ നടന്ന വെടിവയ്പിൽ 2 മരണം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ രാജ്യത്തെ വിവിധയിടങ്ങളിൽ അക്രമം തുടരുന്നു. പ്രസിഡന്റ് അലസൈൻ ഔവട്ടാരയുടെ വിജയം അംഗീകരിക്കില്ലെന്ന നിലപാടിലുറച്ച പ്രതിപക്ഷം. വിയന്നയിലെ ആക്രമണത്തിൽ ജാഗ്രതക്കുറവുണ്ടായെന്ന ഓസ്ട്രിയ. ആക്രമണത്തെക്കുറിച്ച് ചെക്കോസ്ലോവാക്യ നൽകിയ മുന്നറിയിപ്പ് കണക്കിലെടുത്തില്ലെന്ന് ഓസ്ട്രിയൻ ആഭ്യന്തരമന്ത്രി. ഭീകരൻ ഓസ്ട്രിയയിലെത്തിയിട്ട് 1 വർഷമായെന്നും വ്യക്തി ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നുവെന്നും സ്ലോവാക്യ ഓസ്ട്രിയയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മൗറീഷ്യസ് തീരത്തെ എണ്ണ നീക്കം ചെയ്യൽ ജനുവരിയോടെ പൂർത്തീകരിക്കാനാകുമെന്ന് വിലയിരുത്തൽ. ജാപ്പനീസ് ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് ചോർന്നത് 1000 ടൺ ഇന്ധനം. അപകടമുണ്ടായത് ഓഗസ്റ്റിൽ. ഖത്തറിലെ പ്രശസ്ത റേഡിയോ നെറ്റ്വർക്ക് ഒലീവ് സൂനോ 3ാം വാർഷികം ആഘോഷിച്ചു. വൈവിധ്യമായ പരിപാടികൾ കൊണ്ടും വ്യത്യസ്തമായ അവതരണ ശൈലി കൊണ്ടും ഖത്തറിൽ ജനപ്രീതി ആർജിച്ച റേഡിയോ നെറ്റ്വർക്കാണ് ഒലീവ് സൂനോ നെറ്റ്വർക്ക്. കോവിഡ് വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ അബുദാബിയിൽ പ്രവേശിക്കുന്നതിന് കൂടുതൽ നിബന്ധനകൾ. ഞായറാഴ്ച മുതൽ മറ്റ് എമിറേറ്റുകളിൽ നിന്നെത്തുന്നവർ 4 ദിവസത്തിൽ കൂടുതൽ തങ്ങിയാൽ 4ാം ദിവസം PCR പരിശോധന നടത്തണം. IPL-ൽ മുംബൈ ഇന്ത്യൻസ് ഫൈനലിൽ ആദ്യ ക്വാളിഫയർ പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ചത് 57 റൺസിന്. 4 വിക്കറ്റ് വീഴ്ത്തിയ ജസ്പ്രീത് ബൂംറ കളിയിലെ താരം.
ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഡീഗോ മറഡോണയ്ക്ക് ആശംസകൾ നേർന്ന ലയണൽ മെസ്സി ഉടൻ സുഖം പ്രാപിക്കട്ടെയെന്നും നേരിൽ കാണാൻ കാത്തിരിക്കുന്നുവെന്നും ലയണൽ മെസ്സി. ചെൽസി താരം കായ് ഹവേർട്സിന് കോവിഡ്. താരത്തിന്റെ രോഗബാധ സ്ഥിരീകരിച്ച് ചെൽസി പരിശീലകൻ ഫ്രാങ്ക് ലംബാർഡ്. ഈ ആഴ്ചയിൽ നടക്കുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരം താരത്തിന് നഷ്ടമാകും. വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ മാർലോൺ സാമുവൽസ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡാണ് വിരമിക്കൽ പ്രഖ്യാപനം അറിയിച്ചത്. വെസ്റ്റ് ഇൻഡീസിനു വേണ്ടി സാമുവൽസ് 207 ഏകദിന മത്സരങ്ങളിലും 71 ടെസ്റ്റ് മത്സരങ്ങളിലും കളിച്ചിട്ടു. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ബാഴ്സലോണ, യുവന്റസ്, ചെൽസി, ബൊറൂസിയ ഡോർട്ട്മുണ്ട് ടീമുകൾക്ക് ജയം. യുക്രൈൻ ക്ലബ്ബ് ഡിനാമോ കീവിനെതിരെ 1-3 ഗോളുകൾക്കാണ് ബാഴ്സലോണയുടെ വിജയം. ബാഴ്സലോണയ്ക്കായി സൂപ്പർ താരം ലയണൽ മെസ്സി ഗോൾ നേടി. നോക്കാം ജില്ലാ വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിലും എ ഗ്രേഡ് നേടിയ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് 10,000 രൂപ പ്രോത്സാഹന സമ്മാനം നൽകും. പട്ടികജാതി വികസന വകുപ്പാണ് സമ്മാനം നൽകുന്നത്. 2018 ഡിസംബറിൽ ആലപ്പുഴയിൽ നടന്ന കലോത്സവത്തിലെ വിജയികൾക്കാണ് സമ്മാനം ലഭിക്കുക. തിരുവനന്തപുരം ജില്ലയിൽ 756 പേർക്ക് കോവിഡ്, 596 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ, 622 പേർ രോഗമുക്തി നേടി. കൊല്ലം ജില്ലയിൽ 523 പേർക്ക് കോവിഡ്, 516 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 593 പേർക്ക് രോഗമുക്തി. മരുന്നുകൾ വിലക്കുറവിൽ നൽകുന്ന ആശ്വാസ് ലൈഫ് കെയറിന്റെ 257ാമത് ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസി കൊല്ലം ജില്ലയിലെ പുത്തൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് എംപിയാണ് ഫാർമസി ഉദ്ഘാടനം ചെയ്തത്. പത്തനംതിട്ട ജില്ലയിൽ 212 പേർക്ക് കോവിഡ്, 187 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 364 പേർക്ക് രോഗമുക്തി. ആലപ്പുഴ ജില്ലയിൽ 660 പേർക്ക് കോവിഡ്, 627 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 521 പേർക്ക് രോഗമുക്തി. ആലപ്പുഴ കായംകുളം മുതുകുളത്ത് വീടുകൾ അടിച്ചു തകർത്ത കേസിൽ 2 പേർ അറസ്റ്റിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ അജി ജോൺസൺ, ആന്റണി തോമസ് എന്നിവരെയാണ് കനകക്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോട്ടയം ജില്ലയിൽ 479 പേർക്ക് കോവിഡ്, 475 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 481 പേർ കൂടി രോഗമുക്തി നേടി. ഇടുക്കി ജില്ലയിൽ ഇന്ന് 116 പേർക്ക് കോവിഡ്, 84 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 2 പേർക്കും ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം ജില്ലയിൽ ഇന്ന് 749 പേർക്ക് കോവിഡ്, 519 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 1288 പേർക്ക് രോഗമുക്തി. കേരള ഓട്ടോമൊബൈൽസിന്റെ ഇലക്ട്രിക് ഓട്ടോ നീം ജിയുടെ എറണാകുളത്തെ ആദ്യ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചി കലൂരിലാണ് ഷോറൂം പ്രവർത്തിക്കുന്നത്. എറണാകുളം ജില്ലയിലെ മാവേലി സ്റ്റോറുകളിൽ ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ വികസന കമ്മീഷണർ അഫ്സാന പർവീൻ. അവശ്യ സാധനങ്ങൾക്ക് ക്ഷാമം നേരിടുന്ന പരാതിയെ തുടർന്നാണ് നിർദ്ദേശം. എറണാകുളം ജില്ലയിലെ 6 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ഓൺലൈനായി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം മൂന്നുകല്ലിൽ സഹകരണ കൺസ്യൂമർ സ്റ്റോർ ആരംഭിച്ചു. സർവീസ് സഹകരണ ബാങ്കിന്റെ കെട്ടിടത്തിലാണ് സ്റ്റോർ പ്രവർത്തിക്കുന്നത്. കൺസ്യൂമർ സ്റ്റോറിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. തൃശൂർ ജില്ലയിൽ 900 പേർക്ക് കോവിഡ്, 880 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 1032 പേർക്ക് രോഗമുക്തി. തൃശൂർ ശക്തൻ നഗർ മത്സ്യ മാർക്കറ്റിൽ മാലിന്യ നിർമ്മാർജ്ജന ഇൻസിനറേറ്റർ പ്ലാന്റിന്റെ നിർമ്മാണോദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ഓൺലൈനിൽ നിർവഹിച്ചു. മകന്റെ ഓർമ്മയ്ക്കായി ആന്റണി പാറേക്കാട്ടിൽ എന്ന വ്യക്തിയാണ് തൃശൂർ കോർപ്പറേഷന് സൗജന്യമായി ഇൻസിനറേറ്റർ പ്ലാന്റ് നിർമ്മിച്ചു നൽകുന്നത്. പാലക്കാട് ജില്ലയിൽ ഇന്ന് 372 പേർക്ക് കോവിഡ്, 193 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 324 പേർക്ക് രോഗമുക്തി. പാലക്കാട് പട്ടാമ്പി പന്തക്കൽ ഭഗവതി ക്ഷേത്രം റോഡ് നവീകരിച്ചതിന്റെ ഉദ്ഘാടനം MLA മുഹമ്മദ് മുഹ്സീൻ നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് നവീകരണത്തിനുള്ള തുക അനുവദിച്ചത്. പട്ടാമ്പി നഗരസഭയുടെ KE തങ്ങൾ മാർക്കറ്റ് സമുച്ചയം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ അടച്ചിടും. മാർക്കറ്റും പരിസരവും പൂർണ്ണമായി അണുവിമുക്തമാക്കി 9-ാം തീയതി മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ KSBA തങ്ങൾ അറിയിച്ചു. വയനാട് ജില്ലയിൽ 114 പേർക്ക് കോവിഡ്, 112 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 79 പേർക്ക് രോഗമുക്തി. വയനാട് മാനന്തവാടി അമ്പുകുത്തിയിൽ കടന്നൽ കുത്തേറ്റ് 13 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വനം വകുപ്പ് ഔഷധത്തോട്ടത്തിന്റെ പരിസരത്താണ് കടന്നൽ ആക്രമണം ഉണ്ടായത്. ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയിലെ ജനങ്ങളെ സർക്കാർ വഞ്ചിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പുത്തുമല പുനരധിവാസത്തിലെ വിവേചനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല.
മലപ്പുറം ജില്ലയിൽ ഇന്ന് 627 പേർക്ക് കോവിഡ്, 588 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 853 പേർക്ക് രോഗമുക്തി. മലപ്പുറം ജില്ലയിൽ മോഷ്ടിച്ച ബൈക്കുമായി കറങ്ങി നടന്നയാൾ പിടിയിൽ. തിരൂർ പോലീസിന്റെ പിടിയിലായത് കൊടക്കൽ സ്വദേശി ഉമ്മർ, പ്രതി റിമാൻഡിൽ. കരിപ്പൂരിൽ വീണ്ടും സ്വർണ്ണവേട്ട. 5 യാത്രക്കാരിൽ നിന്നായി 81 ലക്ഷം വില വരുന്ന 1559 ഗ്രാം സ്വർണം പിടിച്ചെടുത്തു. കോഴിക്കോട് ജില്ലയിൽ 828 പേർക്ക് കോവിഡ്, 812 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 844 പേർക്ക് രോഗമുക്തി. റിയാദ് കോഴിക്കോട് ജില്ലാ മുസ്ലിം ഫെഡറേഷന്റെ പണ്ഡിത പ്രതിഭാ പുരസ്കാരം സമസ്ത കേന്ദ്ര മുഷാവറ അംഗമായ ഉമർ ഫൈസി മുക്കത്തിന്. മതരംഗത്തെ സേവനം, പാണ്ഡിത്യം, സംഘാടനം എന്നിവ പരിഗണിച്ചാണ് പുരസ്കാരം. കോഴിക്കോട് ജില്ലയിലെ പൊതുസ്ഥലങ്ങളിൽ കോവിഡ് പരിശോധന സംവിധാനം ഒരുക്കി സ്റ്റെപ്പ് കിയോസ്കുകൾ ആരംഭിച്ചു. ആദ്യ കിയോസ്കിന്റെ ഉദ്ഘാടനം പുതിയ സ്റ്റാൻഡിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. കണ്ണൂർ ജില്ലയിൽ 329 പേർക്ക് കോവിഡ്, 310 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 554 പേർ രോഗമുക്തി നേടി. കാസർഗോഡ് ജില്ലയിൽ 155 പേർക്ക് കോവിഡ്, 149 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 43 പേർ രോഗമുക്തരായി. കാസർഗോഡ് ജില്ല നേരിടുന്ന ജലപ്രതിസന്ധി പരിഹരിക്കാൻ പുത്തികെ അനോടി പള്ളം അഭിവൃദ്ധിപ്പെടുത്താൻ പദ്ധതി ആരംഭിച്ചു. ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. ഇനി ഫാക്ട് ചെക്ക്. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ദുർഗാപൂജ ഘോഷയാത്രയ്ക്ക് നേരെ കല്ലെറിഞ്ഞെന്ന വ്യാജവാർത്ത. യഥാർത്ഥത്തിൽ പ്രചരിക്കുന്ന ചിത്രം 1 വർഷം പഴക്കമുള്ളതാണ്. ഇമ്രാൻഖാന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഫ്രഞ്ച് ഭരണകൂടം പാകിസ്ഥാനികളുടെ വീസ റദ്ദാക്കിയെന്ന് വ്യാപകമായി വാർത്ത പ്രചരിക്കുന്നു. വ്യാജവാർത്തയുടെ സത്യാവസ്ഥയുമായി സുരേശ്രീ. ഫ്രാൻസിനെതിരെ നടക്കുന്ന മതവിദ്വേഷ പ്രചാരണങ്ങൾ സമീപസീമകളും കടന്ന് അതിർത്തി വിട്ടിരിക്കുന്നു. വംശീയതയും വർഗീയതയും നിറയ്ക്കുന്ന വാർത്തകൾ. ഇത്തവണ ഫ്രഞ്ച് ഭരണകൂടവും ഭരണാധികാരി ഇമ്മാനുവൽ മാക്രോണുമാണ് വ്യാജന്മാരുടെ ഇരയായിരിക്കുന്നത്. ഫ്രഞ്ച് ഭരണകൂടത്തിനെതിരെ പാക് സർക്കാർ പ്രതിഷേധങ്ങൾ ശക്തമാക്കിയതിന് തിരിച്ചടിയായി 118 പാകിസ്ഥാനികളുടെ വിസ റദ്ദാക്കിയെന്നും 183 പേരുടെ സന്ദർശക വിസ ഫ്രഞ്ച് അധികൃതർ നിരസിച്ചുവെന്നുമാണ് വ്യാജവാർത്ത. പാകിസ്ഥാൻ കോൺസുലേറ്റ് ജനറലിന്റെ ട്വിറ്റർ പേജിലൂടെയാണ് ഈ വാർത്ത പുറത്തുവന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുസ്ലിം വിരുദ്ധ നിലപാട് കൈക്കൊള്ളുന്നുവെന്ന പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ ആരോപണങ്ങൾക്കിടയിലാണ് ഇത്തരം പ്രചാരണം. ഫ്രഞ്ച് സർക്കാർ വിസ റദ്ദാക്കിയവരിലൊരാൾ പാക് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷുജാ പാഷയുടെ സഹോദരിയാണെന്നും അവർ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന അമ്മയെ സന്ദർശിക്കാനാണ് ഫ്രാൻസിലെത്തിയതെന്നുമാണ് വ്യാജ ട്വിറ്റർ പോസ്റ്റിലെ ഉള്ളടക്കം. കാര്യമൽപ്പം ഗൗരവമുള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥയും തേടേണ്ടതുണ്ട്. പാക് പൗരന്മാരുടെ വിസ റദ്ദാക്കിയെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ഫ്രാൻസിലെ പാകിസ്ഥാൻ എംബസി തന്നെ വ്യക്തമാക്കി. വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് ട്വീറ്റ് പുറത്തുവന്നത്. പാരീസിൽ സ്ഥിതി ചെയ്യുന്ന എംബസിക്ക് ഒരു ട്വിറ്റർ അക്കൗണ്ട് മാത്രമേയുള്ളൂ. സമാനമായ രീതിയിൽ കാണപ്പെട്ട അക്കൗണ്ടും ട്വീറ്റും വ്യാജമാണ്. മതേതര മൂല്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും എന്തു വില കൊടുത്തും സംരക്ഷിക്കുമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ നിലപാട്. മതതീവ്രവാദത്തോടുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ ഏതെങ്കിലും മതത്തോടുള്ള എതിർപ്പാണെന്ന് വ്യാജവാർത്തകളിലൂടെ വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകും. ഇനി നാളെ അറിയാൻ. അർണബ് ഗോസ്വാമിയുടെ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. വിശദമായി വാദം കേൾക്കണമെന്ന് ബോംബെ ഹൈക്കോടതി. അർണബ് ഗോസ്വാമിയുടെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധം. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി മാറ്റണമെന്ന ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. കേസിൽ വിചാരണ കോടതിയിലെ വിസ്താരം നാളെ വരെ ഹൈക്കോടതി തടഞ്ഞിരുന്നു. വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട് നടിയും സർക്കാരും നൽകിയ ഹർജി പരിഗണിച്ചായിരുന്നു തീരുമാനം. മക്ട വിമൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നാളെ മുതൽ പരിപാടി സംഘടിപ്പിക്കുന്നത് വെർച്വൽ പ്ലാറ്റ്ഫോമിൽ. 3 ദിവസം നടക്കുന്ന മേളയിൽ പ്രദർശിപ്പിക്കുക ലോകമെങ്ങുമുള്ള വനിതാ ചലച്ചിത്ര സംവിധായകരുടെ 18 ചിത്രങ്ങൾ. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ നാളെ സുപ്രീം കോടതി പരിഗണിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പ്രതിപട്ടികയിലുള്ള മുഴുവൻ പേരെയും വിചാരണ ചെയ്യണമെന്ന സിബിഐയുടെ ആവശ്യവും കുറ്റവിമുക്തരാക്കണമെന്ന KSEB മുൻ ഉദ്യോഗസ്ഥരുടെ ഹർജികളുമാണ് സുപ്രീം കോടതിക്ക് മുന്നിലുള്ളത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ CPIM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് നാളെ തുടക്കമാകും. രാവിലെ 10:30 സംസ്ഥാന സെക്രട്ടേറിയറ്റും നാളെ സംസ്ഥാന സമിതിയുമാണ് യോഗം ചേരുക.
എം ശിവശങ്കറും ബിനീഷ് കോടിയേരിയും അറസ്റ്റിലായ സാഹചര്യം വിശദീകരിക്കുകയാണ് നേതൃത്വം നേരിടുന്ന വെല്ലുവിളി. 90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ.